ഗുങ്കയിലെ ഇറ്റാലിയൻ റെസ്റ്റോറന്റിൽ വെച്ച് ലീച്ചോളിന്റെയും അവന്റെ ഭാര്യയുടെയും വക പാർട്ടി നടക്കുമ്പോൾ പുറത്ത് റിമോട്ട് കൺട്രോളുമായിട്ട് നിൽക്കുകയാണ് ആ ഇൻസ്പെക്ടർ. അവൾ ആ റിമോട്ട് കൺട്രോളർ ഓൺ ആക്കുമ്പോഴേക്കും സ്നാക്സ് ബാറിലെ കിച്ചണിലെ ഗ്യാസ് കുറ്റിയിൽ നിന്നും ഗ്യാസ് ലീക്ക് ആകുന്നു. എന്നിട്ട് അതിന്റെ അടുത്തുള്ള ഒരു ടൈമർ വാച്ച് കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങുന്നു. ഗുങ്കയിന് പൊട്ടിത്തെറിക്കാൻ വെറും 5 മിനിറ്റുകൾ മാത്രം ബാക്കി. ഇതൊന്നും അറിയാതെ പാർട്ടി നല്ല തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാസ് ആണെങ്കിൽ ഗുങ്കയിൽ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഗുങ്ക പൊട്ടിത്തെറിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ ഇൻസ്പെക്ടർ. അപ്പോഴേക്കും അവന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് വരുന്നു. ഫയർഫോഴ്സിന്റെ സൈറൻ കേട്ടിട്ട് ഗുങ്കയിലെ താമസക്കാർ പാർട്ടി നിർത്തിവെച്ച് പുറത്തേക്കിറങ്ങുന്നു. വിൻസെൻസോന്റെ നേതൃത്വത്തിൽ പുറത്തേക്കിറങ്ങിയ അവർക്ക് ഗ്യാസിന്റെ മണം കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വിൻസെൻസോന്റെ അടുത്ത് വന്നിട്ട്, ഞങ്ങൾക്ക് ഗ്യാസ് ലീക്കിനെ പറ്റിയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുറത്തേക്ക് പോകണം എന്നാവശ്യപ്പെടുന്നു. താമസക്കാരെല്ലാവരും പരിഭ്രാന്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ വിൻസെൻസോ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പുറകെ ഗ്യാസ് ലീക്കിന്റെ ഉറവിടം അന്വേഷിച്ചു പോവുകയാണ്. പുറകെ ചായങ്ങുമുണ്ട്. അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗ്യാസ് ലീക്ക് ഉണ്ടായത് സ്നാക്സ് ബാറിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്യാസ് ലീക്കിന്റെ ട്യൂബ് അടച്ചിടുന്നു. ആരോ അത് മനഃപൂർവ്വം കട്ട് ചെയ്തതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിൻസെൻസോനെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പിടിച്ചു മാറ്റിയിട്ട്, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് പോകണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ ടൈമർ വാച്ച് എടുക്കുന്നു. ഇനി 15 സെക്കൻഡുകൾ മാത്രം ബാക്കി. അത് കണ്ട വിൻസെൻസോ അയാളുടെ കയ്യിൽ നിന്നും ആ വാച്ച് തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് ഗ്ലാസ് ജനലിലൂടെ അത് പുറത്തേക്കെറിയുന്നു. ആ വാച്ച് ഗ്രൗണ്ടിലെത്തുമ്പോഴേക്കും 0 ആയിരുന്നു. അപ്പോഴേക്കും ആ വാച്ചിന് തീ പിടിക്കുന്നു. തൽക്കാലത്തേക്ക് ജീവൻ തിരിച്ചു കെട്ടി എന്നൊരർത്ഥത്തിൽ വിൻസെൻസോ അത് നോക്കി നിൽക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം പോയതിനു ശേഷം ഗുങ്കയിലെ താമസക്കാരെല്ലാവരും ഗുങ്കയിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് അവരൊരു ഡിസ്കഷൻ നടത്തുകയാണ്. എനിക്ക് ഉറപ്പാണ് ഇതാ സേഫ്റ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന പെണ്ണ് ചെയ്തതാണ്, നമുക്ക് അവളെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് സ്നാക്സ് ബാറിലെ അമ്മ പറയുന്നു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊരു വൻ ദുരന്തമായി പോയേനെ എന്ന് വിൻസെൻസോനെ നോക്കിക്കൊണ്ട് ഡ്രൈ ക്ലീനർ പറയുന്നു. ഇതിപ്പോ ആരാ ചെയ്യിപ്പിച്ചതെന്ന് ഒരു ഡൗട്ടും വേണ്ടല്ലോ എന്ന് ആൻ പറഞ്ഞു. ഇത് ബേബലാണ് ചെയ്യിപ്പിച്ചതെന്ന് താമസക്കാർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കാരണം ഇതേപോലത്തെ സെയിം മെത്തേഡിലൂടെയായിരുന്നല്ലോ ബേബൽ അവരുടെ റിസർച്ചേഴ്സിനെ വില്ലയിൽ വെച്ച് കൊന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, ആ ഗ്യാസ് ലീക്ക് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് വിൻസെൻസോ ചോദിക്കുന്നു. പക്ഷെ താമസക്കാരാരുമല്ല അത് ചെയ്തത്, കാരണം അവരെല്ലാവരും ഡ്രിങ്കിങ് പാർട്ടിയിലായിരുന്നല്ലോ. ജുൻവു അവന്റെ ക്യാബിനിൽ ചെയർമാൻ ജങ്ങിനെ വിളിച്ചു വരുത്തിയേക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാൻ ജങ്ങിനെ ഒരു സാധനം വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ജുൻവു നോക്കിയില്ലേ, ആ സെയിം സാധനം ജുൻവു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇത്തവണ നീ തല വെട്ടിക്കരുത് എന്ന് ജുൻവു പറയുന്നു. തല വെട്ടിക്കില്ലെന്ന് ചെയർമാൻ ജങ് പറയുമ്പോഴേക്കും ജുൻവു അതെടുത്ത് ചെയർമാൻ ജങ്ങിന്റെ നെറ്റിയിലേക്ക് എറിയുന്നു. നെറ്റി പൊട്ടി ചോര വരുന്നുണ്ട്. ചെയർമാൻ ജങ് കഷ്ടപ്പെട്ട് സഹിച്ചു നിൽക്കുകയാണ്. എന്നിട്ടവൻ ജുൻവുവിനോട് സോറി പറയുന്നു. നിന്നെക്കൊണ്ട് ഒരു ബിൽഡിംഗ് ഇല്ലാതാക്കാനും കൂടെ പറ്റില്ലേ എന്ന് ജുൻവു ചോദിച്ചു. ആ ബിൽഡിംഗ് പൊട്ടിത്തെറിക്കാറായതാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് വന്നു എന്ന് ചെയർമാൻ ജങ് പറയുമ്പോൾ ജുൻവുവിന് ദേഷ്യം വരുന്നു. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ചെയർമാൻ ജങ് ആയിരിക്കും ഫയർഫോഴ്സിന് റിപ്പോർട്ട് കൊടുത്തത് വിൻസെൻസോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇക്കാര്യം ജുൻവുവിന് അറിയില്ല കേട്ടോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മ്യൂഹി വരുന്നു. മ്യൂഹി വരുമ്പോൾ ചെയർമാൻ ജങ്ങിനോട് പുറത്തു പോകാനായിട്ട് ജുൻവു പറയുന്നു. ജുൻവുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു എൻവലപ്പുമായിട്ടാണ് മ്യൂഹി എത്തിയത്. ആ എൻവലപ്പ് ജുൻവു തുറന്നു നോക്കുമ്പോൾ അതിൽ ഓയുടെ പടമാണ്. ഇതാണല്ലേ വിൻസെൻസോ ഒത്തിരി കെയർ ചെയ്യുന്ന ആൾ എന്ന് ചിരിച്ചോണ്ട് ജുൻവു ചോദിക്കുന്നു. ജിപ്പുറാഗിയിൽ വെച്ച് ഗുമസ്തൻ ആ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഇൻസിഡന്റിനെ പറ്റി പറയുകയാണ്. എന്നാലും ആരായിരിക്കോ അത് റിപ്പോർട്ട് ചെയ്തതെന്ന് ചായങ് ചോദിക്കുന്നു. അപ്പോൾ അതാ റിപ്പോർട്ട് ചെയ്ത ആള് അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷെ ചെയർമാൻ ജങ് എത്തിയിരിക്കുന്നത് ഇത്തിരി ഡിഫറെന്റ് ആയിട്ടാണ്. പുള്ളി സാധാരണ ഡ്രസ്സിലല്ല ഇത്തവണ എത്തിയേക്കുന്നത്. 80s ഏതോ മ്യൂസിക് ആൽബത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന പോലെയുണ്ട് ഇപ്പൊ പുള്ളിനെ കാണാനായിട്ട്. ആരും എന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഷം മാറി എത്തിയതാണെന്നാണ് ചെയർമാൻ ജങ് കൊടുക്കുന്ന വിശദീകരണം. ജിപ്പുറാഗി ടീം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയർമാൻ ജങ് മനഃപൂർവ്വം അവന്റെ നെറ്റിയിലെ മുറിവിൽ തൊട്ടു കാണിക്കുന്നു. വിൻസെൻസോ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ, ഇതിനെപ്പറ്റിയാണോ? ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. നിങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ ഒരു മാർക്കാണ് ഇതെന്ന് ചെയർമാൻ ജങ് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചു പറ എന്ന് ചായങ് പറയുന്നു. ഇന്നലെ ഈ ബിൽഡിംഗ് പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. ആരാ റിപ്പോർട്ട് ചെയ്തതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ ബ്രദർ എന്നോട് ഈ ബിൽഡിംഗ് സ്ഫോടനം നടത്തി നശിപ്പിക്കാൻ പറഞ്ഞു. അവസാന നിമിഷം വരെ അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അവനെ പറഞ്ഞു വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നോ? അപ്പോൾ തന്നെ ഫയർ ഫൈറ്റേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതെല്ലാം തടഞ്ഞു. അപ്പോൾ ഞങ്ങൾ നന്ദി പറയണം എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് ചായങ് പറഞ്ഞു. ഉറപ്പായിട്ടും ഞാനല്ലേ നിങ്ങളുടെ ജീവനൊക്കെ രക്ഷിച്ചത് എന്ന് ചെയർമാൻ ജങ് പറയുമ്പോൾ,
ഗുമസ്തനും ചായങ്ങും ഒരു ആത്മാർത്ഥതയില്ലാതെ ഒരു നന്ദി പറയുന്നു. വിൻസെൻസോയാണെങ്കിൽ അവനെ ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് വിൻസെൻസോ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഷെൽഫിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെയർമാൻ ജങ്ങും കൂടെ ചെല്ലുന്നു. ഈ ബിൽഡിങ്ങിൽ ഗോൾഡും ഗില്ലറ്റിൻ ഫയലും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. ആ, അതുകൊണ്ടാണല്ലേ അവൻ ഈ ബിൽഡിംഗ് നശിപ്പിക്കാൻ നോക്കുന്നതെന്ന് വിൻസെൻസോ പറഞ്ഞു. വേണമെങ്കിൽ എന്റെ ചേട്ടൻ ഒരു മിസൈൽ വരെ ഇങ്ങോട്ടേക്ക് വിടുമെന്ന് ചെയർമാൻ ജങ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും സഹായം ചെയ്തില്ലേ, ഇനിയെങ്കിലും നിങ്ങളുടെ ക്ലബിലോട്ട് എന്നെയും കൂടെ കൂട്ടിക്കൂടെ എന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. ആ, അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാം എന്ന് വിൻസെൻസോ പാതി സമ്മതത്തോടെ പറയുന്നു. അവനോട് ഫയൽസ് എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ അടുക്കി വെക്കാൻ പറയുന്നു. സന്തോഷത്തോടെ ചെയർമാൻ ജങ് അത് ചെയ്യുന്നു. ചായങ്ങും വിൻസെൻസോയും ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്കുടനെ തന്നെ ഗുങ്കയിൽ ഗ്യാസ് ഡിറ്റക്ടറും പിന്നെ ഒരു സെക്യൂരിറ്റി സിസ്റ്റവും വെക്കണം. ആ സൈക്കോപാത്ത് ഇനി എന്താ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലെന്ന് ചായങ് പറഞ്ഞു. ഇനി ജുൻവുന് ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ച് സമയം കളയാനായിട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവനിപ്പോൾ അവന്റെ ലക്ഷ്യമായ ബേബിൾ ടവറിനെ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിൻസെൻസോ പറഞ്ഞു. ബേബിൾ ടവർ അങ്ങനെ ഇല്ലാതാകും എന്ന് ചായങ് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പണിഷ് ചെയ്യുമെന്ന് വിൻസെൻസോ പറഞ്ഞു. അവരെ അങ്ങനെ പണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ എന്ന് ചായങ് പറയുമ്പോൾ ദൈവം അവരെ പണിഷ് ചെയ്തോളൂ, നമ്മൾ വെറുതെ ദൈവത്തിന് അവരെ ഇട്ടുകൊടുത്താൽ മാത്രം മതിയെന്ന് വിൻസെൻസോ പറഞ്ഞു. വിൻസെൻസോന്റെ പ്ലാനിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയാൻ ചായങ് പറയുന്നു. അപ്പോൾ വിൻസെൻസോ ഇറ്റാലിയനിൽ എന്തൊക്കെയോ പറയുന്നു. നല്ല രസമുണ്ട് കേൾക്കാൻ, ഇനി അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞോളൂ എന്ന് ചായങ് പറഞ്ഞു. ചെറിയ മീനിനെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് വലിയ മീനെ തന്നെ പിടിക്കാം എന്ന് വിൻസെൻസോ പറഞ്ഞു. ചായങ്ങിന്റെ അച്ഛനെ കൊന്നയാളെ ജയിലിൽ വെച്ച് കൊന്ന ഗുണ്ടാ നേതാവിനെ ഓർമ്മയുണ്ടോ? അയാൾ ഇത്തവണ ജയിലിൽ നിന്ന് റിലീസായിട്ടുണ്ട്. അയാളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മ്യൂഹി ചെല്ലുന്നു. എന്തോ വലിയ പ്ലാൻ തയ്യാറാക്കാനാണ് അവരുടെ ഉദ്ദേശം. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ പോക്കറ്റിൽ നിന്ന് വിൻസെൻസോയും അവളുമായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നു. പക്ഷേ അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ താഴേക്ക് വീഴുന്നു. അതെടുത്തു കൊടുക്കാനായിട്ട് അവളുടെ മുന്നിലേക്ക് ചെന്നത് ആരാണെന്നോ? ജുൻവു. അവൻ ആ ഫോട്ടോ അവൾക്ക് എടുത്തു കൊടുത്തിട്ട് നിങ്ങളുടെ മകനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്ന് പറയുന്നു. ചിരിച്ചിട്ട് ആ അതെ എന്ന് പറയുന്നു. ഇവർ സംസാരിക്കുന്നത് വിൻസെൻസോ ഏർപ്പെടുത്തിയ ആ സെക്യൂരിറ്റി കാണുന്നുണ്ട്. വിൻസെൻസോ ബേബിൾ ടവറിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിൻസെൻസോന് ഒരു ബുക്കിന്റെ ഉള്ളിൽ നിന്നും അന്ന് ഓയുടെ കൂടെ എടുത്ത ഫോട്ടോസ് കിട്ടുന്നു. എന്നിട്ടവൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചായങ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഫോട്ടോസ് കണ്ടപ്പോൾ അന്ന് അവനെ ഹഗ് ചെയ്ത കാര്യമാണ് വിൻസെൻസോ ഓർക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് വിൻസെൻസോ എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഗുമസ്തൻ വിൻസെൻസോനോട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചായങ് അവനെ തടഞ്ഞിട്ട് വിൻസെൻസോനോടൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നു. ഹോസ്പിറ്റലിലാണെങ്കിൽ തന്റെ മകനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ട കഥ ജുൻവുനോട് പറയുന്നു. ജുൻവു അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഓയ്ക്ക് മനസ്സിലായോ വിൻസെൻസോ അവരുടെ മകനാണെന്ന്. നിങ്ങളുടെ കഥ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ എന്റെ പാരന്റ്സായിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ലെന്ന് ജുൻവു സങ്കടം പറയുന്നു. ഇത്രയും നല്ല ഹാൻസം ആയിട്ടുള്ള മകന്റെ കൂടെ എന്താണ് ആ പാരന്റ്സ് ഫോട്ടോ എടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ മകനെ സ്നേഹിക്കുന്ന അത്രയൊന്നും എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമാണോ എന്ന് ജുൻവു ചോദിച്ചു. അവന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കുമെന്ന് പറയുന്നു. ജുൻവു സ്നേഹം അഭിനയിച്ചിട്ട് ഓയുടെ കയ്യിൽ പിടിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നതിന് നന്ദി എന്ന് പറയുന്നു. അപ്പോൾ ജുൻവു അവളെ നോക്കി ചിരിക്കുന്നു. ശരിക്കും അത് കണ്ട ഇത്തിരി പേടിയാവൂട്ടോ. ജുൻവു വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറുന്നതിനിടക്ക് മ്യൂഹിയെ വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ എനിക്കൊരു നല്ല ന്യൂസ് എത്തിക്കണമെന്ന് പറയുന്നു. മ്യൂഹി അതിന് സമ്മതിക്കുന്നു. അപ്പോഴേക്കും ചെയർമാൻ ജങ് ജുൻവുന് കഴിക്കാനുള്ള മരുന്നുമായി കയറി വന്നിട്ട് നിങ്ങൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ, ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുന്നു. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ജുൻവു പറയുന്നു. ജുൻവു ഇപ്പോൾ ഒട്ടും ആരോഗ്യം നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജുൻവുന് സോപ്പിടാൻ വേണ്ടിയിട്ടാണ് ചെയർമാൻ ജങ് മരുന്നുമായി എത്തിയിരിക്കുന്നത്. എന്നിട്ട് ജുൻവു അതിൽ നിന്ന് ഒരു മരുന്നെടുത്ത് കഴിക്കുന്നു. ചേട്ടൻ എവിടെയാ പോയെന്ന് ചേട്ടൻ എന്നോട് പറയില്ലേന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. അപ്പോൾ ജുൻവു ചെയർമാൻ ജങ്ങിനെ നോക്കി ചിരിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ടു പോകുന്നു. ജുൻവു പോയ ശേഷം നിനക്കൊന്നല്ലെങ്കിൽ ഞാൻ മെഡിസിൻ കൊണ്ടും തന്നല്ലേ, ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നു. വിൻസെൻസോ അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വഴിയരികിലുള്ള ഒരു സ്നാക്സ് ബാറിൽ നിന്നും ആ ഫിഷിന്റെ ഷേപ്പിലുള്ള സ്നാക്സ് വാങ്ങിക്കുന്നു. അപ്പോൾ വിൻസെൻസോനെ ചായങ് വിളിക്കുന്നു. എവിടെയാണ് എന്നൊക്കെ ചായങ് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവുകയാണ്, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് വിൻസെൻസോ പറയുന്നു. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, പിന്നെ അവരെ അമ്മയെന്ന് വേണം വിളിക്കാൻ എന്ന് ചായങ് പറഞ്ഞിട്ട് കോൾ കട്ടാക്കുന്നു.
അപ്പോൾ ചായങ് അവിടെ ഇരുന്ന യുചാന്റെയും അവളുടെയും ഫോട്ടോ കാണുന്നു. ഒരു നിമിഷം ചായങ്ങിന്റെ കണ്ണു നിറഞ്ഞു. വിൻസെൻസോ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അപ്പോൾ ആ ജയിലിൽ നിന്നിറങ്ങിയ കൊലയാളിയില്ലേ, അയാളിപ്പോ അറ്റൻഡന്റ് വേഷം ധരിച്ചിട്ട് നേരെ ഓയുടെ റൂമിലോട്ട് പോകുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവനോട് എന്താ ആവശ്യമെന്ന് ചോദിക്കുന്നു. ഓയെ മറ്റൊരു റൂമിലോട്ട് മാറ്റാനാണെന്ന് ആ അറ്റൻഡർ പറഞ്ഞു. ഓയാണെങ്കിൽ കിടക്കുമ്പോൾ പോലും വിൻസെൻസോന്റെയും അവളുടെയും ഫോട്ടോ അവൾ മാറ്റിവെക്കുന്നില്ല. അത് കെട്ടിപ്പിടിച്ചാണ് അവൾ കിടക്കുന്നത്. എന്തോ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അറ്റൻഡർ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് നിൽക്കുന്നു. നിലത്താണെങ്കിൽ ആ സെക്യൂരിറ്റി ഗാർഡ് ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഓയ്ക്കാകെ പേടിയായി. ഓ അയാളോട് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അയാൾ മൈൻഡാക്കാതെ നേരെ ഓയുടെ കഴുത്ത് ഞെരിച്ച് അയാൾ കൊല്ലുന്നു. മരണവെപ്രാളത്തിൽ ഓയുടെ കയ്യിലിരുന്ന ആ ഫോട്ടോ ചുളുങ്ങിക്കൂടിയിരുന്നു. എന്നിട്ടത് താഴേക്ക് വീഴുന്നു. സംഭവമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് വിൻസെൻസോ സ്നാക്സുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവൻ വഴിയിൽ വെച്ച് ആ കൊലയാളിയെ കാണുന്നുണ്ടെങ്കിലും അധികം മൈൻഡ് ചെയ്യുന്നില്ല. വിൻസെൻസോ നേരെ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ അവൻ കാണുന്നത് നിറച്ചും പോലീസുകാരെയും ഡോക്ടേഴ്സിനെയും ഒക്കെയാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആരോ ചായങ്ങിനെ വിളിച്ചിട്ട് ഓയുടെ റൂമിലോട്ട് ആരോ അതിക്രമിച്ച് കയറി ഓയിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു. ഇത് വിൻസെൻസോ കേൾക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ബെഡിൽ വെളുത്ത തുണിയിട്ട് മൂടിയിരിക്കുന്ന ഓയുടെ ഡെഡ് ബോഡി കാണുമ്പോഴേക്കും വിൻസെൻസോന്റെ കയ്യിൽ നിന്ന് സ്നാക്സ് താഴെ വീഴുന്നു. എന്നിട്ടവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് മുട്ടുകുത്തി നിൽക്കുന്നു. എന്നിട്ട് ഓയുടെ കയ്യിൽ അവൻ പിടിക്കുന്നു. അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ വിൻസെൻസോ CCTV ദൃശ്യങ്ങൾ കാണാൻ പോകുന്നു. പുറകെ ചായങ്ങും ചെല്ലുന്നു. അവന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിൻസെൻസോന് ആളെ കണ്ടപ്പോൾ അവൻ നേരത്തെ കണ്ട ആളാണെന്ന് മനസ്സിലായി. എന്നിട്ടവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചായങ് പുറകെ ചെല്ലുന്നു. എന്നിട്ടവൻ ചായങ്ങിനോട് ഒരു സഹായം ആവശ്യപ്പെടുന്നു. ഞാൻ വരുന്നത് വരെ എൻ്റെ അമ്മയെ നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ പോകുന്നു. അത് ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിങ്ങൾ അയാളെ പിടിക്കണം. അല്ല, നിങ്ങൾ അയാൾക്ക് എന്താണ് പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് ചായങ് വിൻസെൻസോനെ പറഞ്ഞുവിടുന്നു. മ്യൂഹിയെ ഈ വാർത്ത ആ കൊലയാളി വിളിച്ചറിയിക്കുന്നു. അത് കേട്ടിട്ട് മ്യൂഹിയും ജുൻവുവും സന്തോഷിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും അടക്കാനാവാത്ത സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാണ്. ഫേസ് റെക്കഗ്നിഷൻ വെച്ചിട്ട് ആ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വിൻസെൻസോ ആനിനെ ഏൽപ്പിക്കുന്നു. അവനത് കൃത്യമായി ചെയ്തു. ആ കൊലയാളി ഈ അടുത്താണ് ജയിലിൽ നിന്നിറങ്ങിയത്. അയാളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും ഞാൻ മെയിൽ ചെയ്യാമെന്ന് ആൻ പറയുന്നു. വേറെ എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ എന്ന് ആൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ട്രാക്ക് ചെയ്യേണ്ടി വരും, അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് വിൻസെൻസോ കോൾ കട്ടാക്കുന്നു. ഇപ്പോൾ വിൻസെൻസോന്റെ സ്റ്റൈല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ പഴയ മാഫിയെ പോലെയാണ് വിൻസെൻസോ ഇപ്പോൾ ഉള്ളത്. മുടിയൊക്കെ പൊക്കി വെച്ച് ബ്ലാക്ക് കളറിലെ സ്യൂട്ടൊക്കെ ധരിച്ചാണ് വിൻസെൻസോ ഉള്ളത്. മുഖത്താണെങ്കിൽ ആ പഴയ ടെറർ എക്സ്പ്രഷനും. വിൻസെൻസോന്റെ കയ്യിൽ സൈലൻസർ ഫിറ്റ് ചെയ്ത തോക്കുമുണ്ട്. വിൻസെൻസോ അങ്ങനെ അയാളുടെ വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അയാൾ TV-യിൽ പ്രോഗ്രാംസ് ഒക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അയാൾ പോയി വാതിൽ തുറക്കുമ്പോൾ അതാ വിൻസെൻസോ. വിൻസെൻസോ ഒന്നും പറയാതെ അയാളുടെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് അയാളെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുന്നു. ഈ സമയത്തൊക്കെ വിൻസെൻസോന്റെ ഫേസിലെ എക്സ്പ്രഷൻസ് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിൻസെൻസോന്റെ ഉള്ളിൽ എത്രത്തോളം ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടെന്ന്. അയാളെ വിൻസെൻസോ കെട്ടിയിട്ടേക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് ബോധം വരുമ്പോൾ നീ ഇന്ന് കൊന്ന ആ സ്ത്രീ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അയാൾ അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്റെ അമ്മയായിരുന്നു. നിനക്കാരാണ് അവരെ കൊല്ലാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നതെന്ന് വിൻസെൻസോ ചോദിച്ചു. ആരും എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു ഫ്രണ്ടുമായിട്ട് കുടിക്കാൻ കയറി. എൻ്റെ മൂഡ് അപ്സെറ്റ് ആയപ്പോൾ ഞാൻ ഒരാളെ പോയി കൊല്ലുകയായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഓ, നീ അപ്പോൾ ചുമ്മാ ഒരാളെ പോയി കൊന്നതാണല്ലേ? നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നിനക്ക് നല്ലത്. കാരണം നീ ഇന്ന് കൊന്നത് എൻ്റെ അമ്മയെയാണെന്ന് വിൻസെൻസോ പറഞ്ഞു. എന്നിട്ടും ആരും അയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ വിൻസെൻസോ ഒന്നും ആലോചിച്ചില്ല. അവന്റെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് അയാളുടെ വിരലിലെ ഓരോ നഖങ്ങളും പിഴുതെടുത്തോണ്ടേയിരുന്നു. വേദനയാൽ അയാൾ പിടയുകയാണ്. ഓരോ തവണ നഖം പിഴുതെടുക്കുമ്പോഴും വിൻസെൻസോ അയാളോട് ചോദ്യം ആവർത്തിച്ചോണ്ടേയിരുന്നു. ആരാണ് നിനക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നതെന്ന്? ജുൻവുവും മ്യൂഹിയും ഹാനിനെയും ചെയർമാൻ ജങ്ങിനെയും വിളിച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മൂഡ് അടിപൊളിയാണല്ലോ, എന്താ സംഭവമെന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. ഞാൻ വിൻസെൻസോന്റെ അമ്മയെ അങ്ങ് തീർത്തു. 30 വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നിച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ ചെയർമാൻ ജങ്ങും ഹാനും ഞെട്ടുന്നു. അവനിപ്പോ ശരിക്കും സങ്കടപ്പെട്ടിരിപ്പുണ്ടാവും അല്ലേ എന്ന് ജുൻവു ചോദിക്കുമ്പോൾ നിനക്കിതിനെപ്പറ്റി അറിയാമായിരുന്നോ എന്ന് ഹാൻ മ്യൂഹിയോട് ചോദിക്കുന്നു. എന്താ നിങ്ങൾ പെട്ടെന്ന് അപ്സെറ്റ് ആയതെന്ന് ജുൻവു ചോദിച്ചു. ഏയ്, ഞാൻ അപ്സെറ്റ് ആയതൊന്നുമല്ല. ഇത് കറന്റ് സിറ്റുവേഷനെ കൂടുതൽ വഷളാക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് ഹാൻ പറഞ്ഞു. എനിക്കും അതേപോലെ തന്നെ തോന്നുന്നു. ഇതിൽ നിന്നും നല്ലതൊന്നും പുറത്തേക്ക് വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ചെയർമാൻ ജങ് പറഞ്ഞു.
നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഫീലിംഗ്സ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക എന്ന് മ്യൂഹി പറയുന്നു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചെയർമാൻ ജങ് ചോദിച്ചു. ഇത് കേൾക്കുമ്പോൾ ചെയർമാൻ ജങ്ങും ഹാനും റേസ് ആവുകയാണ്. ഇതൊന്നും സത്യമല്ല, ഞാനൊന്ന് വീക്കായപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടി കൂട്ടുനിന്നു, അത്രേ ഹാൻ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയർമാൻ ജങ് ജുൻവുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കുറച്ചു നാളുകളായിട്ട് കൂടുതൽ സീക്രട്ട് മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ എന്ന് മ്യൂഹി പറയുമ്പോൾ, ഓ നീ എന്നെ നിരീക്ഷിക്കാൻ ആളെ വിടുകയായിരുന്നോ എന്ന് ഹാൻ ചോദിച്ചു. നീ നിന്റെ ആൾക്കാരോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ചെയർമാൻ ജങ് പറയുമ്പോൾ, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല എന്ന് മ്യൂഹി പറഞ്ഞു. നീ ഇത് ആരോടാ സംസാരിക്കുന്നത്? കുറച്ച് ബഹുമാനം കാണിക്കാൻ ചെയർമാൻ ജങ്ങും ഹാനും മ്യൂഹിയോട് പറയുന്നു. ആ കൊലയാളി കയ്യിലും കാലിലുമൊക്കെ ചോരയൊലിപ്പിച്ചുകൊണ്ട് റോട്ടിൽ കൂടെ ഓടുകയാണ്. അതെ, വിൻസെൻസോ കാലിലെയും നഖങ്ങൾ പിഴുതു കളഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. അയാളുടെ തൊട്ടുപുറകിലായിട്ട് വിൻസെൻസോ അയാളെ ഫോളോ ചെയ്യുന്നു. അതായത് അവന് ആരാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേ അയാളുടെ നേരെ പോകാനായിരിക്കണം വിൻസെൻസോ ആ കൊലയാളിനോട് പറഞ്ഞിട്ടുണ്ടാവുക. ആ കൊലയാളിയെ ഫോളോ ചെയ്ത് വിൻസെൻസോ ഒടുവിൽ എത്തുന്നത് ഒരു ക്ലബിലേക്കാണ്. വിൻസെൻസോനെയും ആ കൊലയാളിനെയും അവിടുത്തെ സെക്യൂരിറ്റീസ് അകത്തേക്ക് കടത്തിവിടുന്നില്ല. അപ്പോൾ വിൻസെൻസോ ഒന്നും നോക്കാതെ തന്നെ ആ സെക്യൂരിറ്റീസിനെ എല്ലാം തല്ലി വീഴ്ത്തുന്നു. വിൻസെൻസോ സെക്യൂരിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് കിടുകിടാന്ന് വിറച്ചോണ്ട് നിൽക്കുകയാണ് ആ കൊലയാളി. ഈ സമയത്താണെങ്കിൽ ആ ക്ലബിൽ പൂരെ ഇടി. ഹാനും മ്യൂഹിയും ചെയർമാൻ ജങ്ങും തമ്മിൽ. നിങ്ങൾക്ക് എങ്ങനെ ചെയർമാന്റെ വിശ്വാസം നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മ്യൂഹി ദേഷ്യപ്പെടുന്നത്. ഈ വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്, എല്ലാം ശ്രദ്ധിച്ചു വേണം പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഹാനും ചെയർമാൻ ജങ്ങും കൂടെ മ്യൂഹിയെ ചീത്ത പറയുന്നു. ആ പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാനാണ് എന്നൊക്കെ ഹാൻ പറയുന്നു. പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മ്യൂഹിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ ഹാനിനോട് കൂടുതൽ തർക്കിച്ചുകൊണ്ടേയിരുന്നു. വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഹാൻ ജുൻവുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട്, ഇവളെന്താണോ നിങ്ങളോട് പറഞ്ഞു തന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊന്നും സത്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ റൂമിലോട്ട് ആരോ കടന്നു വരുന്ന പോലെ മ്യൂഹിക്ക് തോന്നി. മ്യൂഹിയുടെ അടുത്തേക്ക് ആ കൊലയാളി വരുമ്പോൾ തന്നെ മ്യൂഹി പേടിച്ചു വരയ്ക്കുന്നു. ഒപ്പം ബാക്കിയുള്ളവരും. അയാൾ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ വിൻസെൻസോ അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അതും കൂടെ ആയപ്പോ മ്യൂഹിയും ചെയർമാൻ ജങ്ങും ഹാനും ജുൻവും ഒക്കെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. അവരുടെയല്ല ആ എക്സ്പ്രഷനും പിന്നെ ബീജിയും ഒക്കെ ചേരുമ്പോഴേക്കും ആ സീൻ മൊത്തം ടെറർ ആകുന്നു. വിൻസെൻസോനെ ഇത്രയും പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. വിൻസെൻസോനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. അടുത്തത് മ്യൂഹിയാണ് എന്നുള്ള രീതിയിൽ അവൻ ഗൺ മ്യൂഹിയുടെ നേരെ പിടിച്ചേക്കുകയാണ്. ഈ സീനിൽ എപ്പിസോഡ് 16 അവസാനിക്കുന്നു.